സിസ്റ്ററെ. എന്താ? അല്ല സിസ്റ്ററെ, ഡോക്ടർ പറഞ്ഞു ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് ഇവിടെ വരാൻ. ഓ, ഇഞ്ചക്ഷൻ എടുക്കാനാണോ? എങ്ങനെ ഇവിടെ കിടന്നോളൂ. അയ്യോ സിസ്റ്ററെ, അത് എനിക്കല്ല, ഞങ്ങളുടെ മക്കൾക്കാണേ. അവർക്ക് പനിയാ. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് എടുക്കാന്നും പറഞ്ഞാ വന്നത്. 4 പേരുണ്ട്, 4 കുട്ടികളാ. ഷടാ, എന്നിട്ട് കുട്ടികളൊന്നുമില്ലല്ലോ, നിങ്ങൾ മാത്രമല്ലേ വന്നുള്ളൂ. അത് ഞാനിപ്പോൾ കുട്ടികളെ കൊണ്ടുവരാം. ഞാൻ സിസ്റ്ററിനോടൊന്ന് കാര്യം ചോദിച്ചിട്ട് പോയി വിളിക്കാന്നും പറഞ്ഞാ വന്നത്. എൻ്റെ ഈശ്വരാ, ആണോ? എന്നാ പിന്നെ കുട്ടികളെ വിളിച്ചോളൂ. ശരി സിസ്റ്ററെ. മക്കളെ, ഇഞ്ചക്ഷൻ ഒന്നും പേടിക്കണ്ട. ഒരു ചെറിയ ഉറുമ്പ് കുത്തുന്ന വേദന മാത്രമേ കാണുള്ളൂ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കണ്ട് കരയുന്നത്? എനിക്ക് പേടിയമ്മേ. എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട. വേണമെങ്കിൽ അവർക്കെടുത്തോ, എനിക്ക് വേണ്ട. പ്ലീസ് അമ്മേ, എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട. പ്ലീസ്, ഇനി ഞാൻ കുരുത്തക്കേട് കാണിക്കൂല. പ്ലീസ്, പ്രോമിസ്, പ്രോമിസ്. ആൻറ്റി, ആൻറ്റി പ്ലീസ്, ആൻറ്റി ഇഞ്ചക്ഷൻ വേണ്ടെന്ന് പറയൂ ആൻറ്റി. പ്ലീസ് ആൻറ്റി. ഇപ്പം ഇഞ്ചക്ഷൻ എടുത്താലേ ഇത് കുറയുള്ളൂ. പിന്നീട് ആകുമ്പോഴത്തേക്ക് അവർ ട്രിപ്പ് ഇടും, കുറേ ദിവസം ഇവിടെ കിടത്തിയിരിക്കും. പിന്നെ അവർ എന്നും ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കും, രാവിലെ വൈകിട്ട് ഉച്ചയ്ക്കും ഒക്കെ ഇതുമ്പോൾ പനി മാറാൻ വേണ്ടിയിട്ട്. അതിനേക്കാളും നല്ലത് ഇപ്പോൾ ഒരു ചെറിയ ഇഞ്ചക്ഷൻ എടുക്കുന്നതല്ലേ. ആ ചേച്ചി എന്തായി? ആ സിസ്റ്റർ പറഞ്ഞു അങ്ങോട്ട് കൊണ്ട് ചെല്ലാൻ ഇവരെ. മക്കളെ, നിങ്ങൾ കിടന്ന് വിളിക്കല്ലേ, ഹോസ്പിറ്റലിൽ വേറെ ആൾക്കാർക്കുള്ളതാ. മക്കളെ കരയാതിരിക്കേ, നല്ല കുട്ടിയല്ലേ മക്കള്, നല്ല കുട്ടികളല്ലേ. വന്ന് ഇഞ്ചക്ഷൻ എടുക്കും മക്കള്. പോണ വഴിക്ക് ഐസ്ക്രീം മേടിച്ചു തരാം അമ്മ. പോണ വഴിക്ക് അമ്മ മേടിച്ചു തരൂല. അമ്മ സത്യമായിട്ട് വാങ്ങിത്തരും. നല്ല കുട്ടികളല്ലേ. നിനക്ക് നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാം. അഞ്ചു, നീലു, മക്കളെ വിളിച്ചോണ്ട് വാ. മക്കളെ, അമ്മയുടെ കൂടെ വാ. എല്ലാരും വാ, ഇവിടെ തന്നെ. നിങ്ങൾ കുട്ടികളെ വിളിച്ചോണ്ട് വന്നോ? ആ സിസ്റ്ററെ, കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ആ ശരി, എങ്കിൽ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ പേര് വിളിക്കാം. ഓരോരുത്തരുടെ പേര് വിളിക്കുന്ന അനുസരിച്ച് ഓരോരുത്തരായിട്ട് ഈ ബെഡിൽ ഒന്ന് കിടക്കാൻ പറയണം കേട്ടോ. ശരി സിസ്റ്ററെ. ശീതൾ, അജയ്, നീലു, ശീതളിനും കൊണ്ടിങ്ങ വാ. ശീതളിന്റെ പേര് ആദ്യം വിളിച്ചേക്കുന്നത്. ഇപ്പൊ കഴിയും ഇഞ്ചക്ഷൻ. ഈ കുട്ടി ഇതെന്താ ഇത്? മോളെ ശീതൾ, ഈ ബെഡിൽ കയറി കിടക്കും മോളെ. പ്ലീസ് സിസ്റ്റർ, എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട പ്ലീസ്. അയ്യോ പേടിക്കണ്ട മോളെ, ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഉറുമ്പടിക്കുന്ന വേദനയേ ഉള്ളൂ. നിങ്ങൾ ഇതൊക്കെ കണ്ട് പേടിച്ചിരിക്കുന്നതുകൊണ്ടാണ് അത്രയ്ക്കും സങ്കടം വരുന്നത്. പേടിക്കാനൊന്നുമില്ല. ഇനി വന്ന് കിടന്നേ മോള്. മക്കളെ ചെല്ലു മക്കളെ. അതന്നെ, നല്ല മക്കളല്ലേ. ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പനിയൊക്കെ മാറും. ഇനി നമുക്ക് ആശുപത്രിയിലേ വരണ്ട. അമ്മ കൊണ്ട് കിടത്താം. മീടിക്ക് കുട്ടി, ഇനി കിടന്നേ. നമ്മൾ നടക്കട്ടോ മോളെ. അയ്യോ, എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കേണ്ട സിസ്റ്ററെ. ഇപ്പം എന്തായാലും എടുത്തേ പറ്റുള്ളൂ. എടുക്കാണ്ട് ഇവിടുന്ന് വിടത്തില്ല നിങ്ങളെ. ഞാനേണ്ട നല്ല കുട്ടിയല്ലേ. അമ്മ പറഞ്ഞല്ലോ ഒരു സാധനം വാങ്ങിത്തരാന്ന്. പോകുമ്പോൾ വാങ്ങിത്തരും. പെട്ടെന്ന് ഇഞ്ചക്ഷൻ എടുത്തിട്ട് വന്ന് നമുക്ക് പെട്ടെന്ന് പോവാം. എന്താ കിടക്കും മോള്? അതെ സിസ്റ്ററെ, ഈ കർട്ടൻ ഒന്നും ഇടൂലേ? കർട്ടൻ ഇടാനാണോ? അത് കിട്ടുതരാം. മോള് കിടക്ക്, അതൊക്കെ ഞാൻ ഇട്ടോളാം. കുട്ടിയുടെ ഒരു കാര്യം. ആ കിടന്നേ മോള്, നല്ല കുട്ടിയല്ലേ. കണ്ണടച്ച് കിടന്നോ കേട്ടോ, ബലം പിടിക്കരുതേ. കഴിഞ്ഞത് മതി, ഇനി ഒന്നുമില്ലാതാ. കഴിഞ്ഞു. ഒന്ന് നല്ലോണം തടവി എഴുന്നേക്കാം കേട്ടോ, അല്ലെങ്കിൽ ആ മെഡിസിൻ അവിടെ തന്നെ കിടക്കും. ആച്ചി, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അതിനാണോ മോളിൽ കിടന്ന് കരഞ്ഞത്? ഇഞ്ചക്ഷൻ ഒരു ഉറുമ്പുത്തുന്ന വേദനയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് പേടിച്ചോണ്ടാണ് ഭയങ്കര വേദനയായിട്ട് തോന്നുന്നത്. പേടിക്കണ്ട കേട്ടോ. ഇനി മുതൽ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ പേടിക്കാണ്ടിരുന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയ ഒരു ബുത്തുന്ന വേദന പോലെ ഫീൽ ചെയ്യുള്ളൂ. ഇനി വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കണം കേട്ടോ. അടുത്തയാൾ പ്രിയങ്ക വിളിക്കാം കേട്ടോ. ആ ശരി സിസ്റ്ററെ, ഞാനിപ്പോൾ വിളിച്ചിട്ട് വരാം. പ്രിയങ്കയാണോ? ആ ഇവിടെ കയറി കിടന്നോളൂ കേട്ടോ. വാ മക്കളെ, കരയാണ്ട് വാ, കിടക്ക്. നോണ്ടേ ഷീതു വെച്ചോ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോകണണ്ടല്ലേ. അയ്യോ മക്കളെ, നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ഇതൊക്കെ ഒരു ചെറിയ ഒരു ഉറുമ്പടിക്കുന്ന വേദനയുള്ളൂ. ഇതോ ഇപ്പോൾ ചേച്ചി ഒന്ന് എടുത്തിട്ട് പോയതുണ്ടല്ലേ.
ചേച്ചി കൊണ്ട് ഹാപ്പി ആയിട്ടാണ് പോയത്. ഒരു വേദന ഇല്ലായിരുന്നു. ചെറിയൊരു ഒരു കുത്തുന്ന ഒരു ഇത്, അത്രേ ഉള്ളൂ. സത്യമാണോ സിസ്റ്ററെ? എന്നെ പറ്റിക്കല്ലേ പ്ലീസ്. സത്യം. മോള് ബെഡിലോട്ട് കയറി കിടക്കുക കേട്ടോ. കമഴ്ന്ന് വാ മക്കളെ, അമ്മ കൊണ്ട് അവിടെ കിടത്താം. അമ്മ പോവല്ലേ, അമ്മ ഇവിടെ തന്നെ നിൽക്കണേ പ്ലീസ്. ഇല്ലടാ, അമ്മ ഇവിടെ തന്നെ നിൽക്കും. മക്കളെ പേടിക്കണ്ട കേട്ടോ. മോള് കിടന്നോട്ടോ, ഞാൻ ഈ കട്ടൻ ഇട്ടോട്ടെ. ഒന്നുമില്ല, അതാ കഴിഞ്ഞു. കരണ്ട, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ഇഞ്ചക്ഷൻ. എന്താ ഇത്രയ്ക്ക് കരഞ്ഞത്? ഇത്രേ ഉള്ളൂ. എനിക്ക് വേദന എടുത്ത് സിസ്റ്റർ എന്നെ പറ്റിക്കല്ലേ, എനിക്ക് വേദന ഉണ്ടായിരുന്നു. അതിനെന്താ, ഇതിപ്പോ എല്ലാം കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ എന്തിനാ കരയണേ? ആ മോള് പൊക്കോ കേട്ടോ. എന്നിട്ട് ഇനി പാർവതി വരാൻ പറയൂ. സിസ്റ്റർ പാർവതി വന്നിട്ടുണ്ടേ. ആ മോളെ പാർവതി ഇവിടെ കയറി കിടന്നോളൂ കേട്ടോ. എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ടായോ? നിക്ക് മോളെ, എന്താ ഇത്? ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോവാം, നിക്കവിടെ. ഈശ്വരാ, ഈ കുട്ടികൾക്ക് ഇങ്ങനെ എന്താ ചെയ്യാ? ഒരു ചെറിയ ഇഞ്ചക്ഷൻ ഇത്രയും പേടി. മര്യാദയ്ക്ക് വന്ന് ഇഞ്ചക്ഷൻ എടുക്കും മോളെ, അല്ലെങ്കിൽ പെന്നെ കയ്യിൽ നിന്ന് അടിപൊളി പോണ വഴി ഞാൻ ഒന്നും വാങ്ങി തരത്തില്ല ഇനി. വേണ്ട, താഴെ ഇറക്കാം, വേണ്ട, താഴെ ഇറക്ക്. ഇഞ്ചക്ഷൻ എടുത്തിട്ട് നമുക്ക് പോവാം, വീട്ടിൽ പോവാം. നമുക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോവാം മോളെ. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോവാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എന്നും വന്ന് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും, രാവിലെ രാത്രിയൊക്കെ. മോളെ ബെഡിൽ കിടത്തിക്കോളൂ കേട്ടോ. ശരി സിസ്റ്ററെ. ആ കഴിഞ്ഞു. കണ്ടോ ചേച്ചിമാർ രണ്ടുപേരും ഇഞ്ചക്ഷൻ എടുത്ത് പോയി. അവർ നല്ല സന്തോഷിരിക്കുക ഇപ്പോൾ അവിടെ. മോള് മാത്രമേ കിടന്ന് കരയുന്നത് കേട്ടോ. ഈ കുട്ടികളുടെ ഒരു കാര്യമേ. അടുത്ത അമ്മൂനെ വിളിക്കാം കേട്ടോ. ആ വാ മോളെ, കരയണ്ടോ? ദേ ഇപ്പം 3 പേര് എടുത്തിട്ട് പോയതല്ലേ ഉള്ളൂ ഇഞ്ചക്ഷൻ. അവരൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നുണ്ടല്ലേ. മോൾ മാത്രം എങ്ങനെയാ കരയുന്നേ? ഇപ്പം കഴിയൊരു ഉറുമ്പടിക്കുന്ന വേദനയേ ഉള്ളൂ. അവരോട് ചോദിച്ചില്ലായിരുന്നോ? അപ്പോൾ അവർക്ക് കുഴപ്പമില്ലല്ലോ, ഒരു ചെറിയ ഉറുമ്പടിക്കുന്ന വേദന മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളിങ്ങനെ എന്തിനാ പേടിക്കുന്നത്? വാ മോളെ, വന്ന് കിടക്ക്. പെട്ടെന്ന് ഇഞ്ചക്ഷൻ എടുത്തരാം കേട്ടോ. എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട പ്ലീസ്, എന്നെ ഇഞ്ചക്ഷൻ എടുക്കല്ലേ. മക്കളെ ഇങ്ങനെ കരയല്ലേ മക്കളെ. അമ്മയുടെ കൂടെ ഇല്ലേ, മോൾ പേടിക്കണ്ട കേട്ടോ. അമ്മ മക്കളെ കൂടെ നിൽക്കാം. നമുക്ക് പെട്ടെന്ന് ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോവാം. പെട്ടെന്ന് പനി മാറണ്ടേ? അതല്ലേ അമ്മ പറയുന്നിട്ടില്ലേ മോളെ. ഇവിടെ ഒന്ന് കിടക്ക്. പെട്ടെന്ന് ഇഞ്ചക്ഷൻ എടുത്തരാം കേട്ടോ സിസ്റ്റർ. അയ്യോ കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇതാണ് മോൾ ഇത്രയും കിടന്ന് കരഞ്ഞത്. ചേച്ചി മക്കൾ ഇത്രയ്ക്കാണ് കിടന്ന് കരഞ്ഞത്. കഴിഞ്ഞില്ലേ? നിങ്ങൾ 4 പേരും ഒരു ഫാമിലി അല്ലേ? ഒരു കാര്യം ചെയ്യ്, ഫാർമസിയിൽ പോയാൽ മതി. അവിടെ പേര് വിളിക്കാം, അപ്പോൾ മെഡിസിൻ വാങ്ങിയാൽ മതി. പിന്നെ കുറവില്ലാത്തവരെ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് കൊണ്ടുവരണം. 2 ദിവസം മെഡിസിൻ എഴുതിയിട്ടുള്ളൂ. കുറവില്ല, ഇപ്പോൾ ഒട്ടും കുറവില്ലെന്നുണ്ടെങ്കിൽ 2 ദിവസം ആകുമ്പോഴത്തേക്ക് കൊണ്ടുവരാം. എങ്കിൽ പിന്നെ നമുക്ക് ട്രിപ്പ് ഇടേണ്ടി വരും കേട്ടോ. ഇപ്പോഴത്തെ പനി ആയതുകൊണ്ടിട്ട് സൂക്ഷിക്കണം. ശരി സിസ്റ്ററെ, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. കഴിഞ്ഞല്ലോ, നമുക്ക് വീട്ടിൽ പോവാം കേട്ടോ. നമുക്ക് മെഡിസിനൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് പനിയൊക്കെ മാറിക്കോളും.